അല്ലമ്പിളി, നമ്മളെന്താ ഈ സ്വർണം സിഐ ഏൽപ്പിക്കാതെ പോകുന്നത്? നമുക്ക് ഈ സ്വർണം കിട്ടിയിട്ടില്ലെന്ന് അവര് തന്നെ പറയുമ്പോ നമ്മളിത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എങ്ങനെ തിരിച്ചു കൊടുക്കണ്ടേ കേട്ടാ? ശരിയാ, അതിലൊരു കിലോ സ്വർണം പുഴത്തീരത്ത് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് കാറിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാ പോലീസ് ഒരിക്കലും വിശ്വസിക്കില്ല. അതെ, കേസ് പിന്നെ മാറും. നമ്മൾ പുഴത്തീരത്ത് നിന്ന് സ്വർണം എടുത്ത് ഒളിപ്പിച്ചതാണെന്ന് വരെ ചിലപ്പോ പറയും. വേണമെങ്കിൽ രഘുവേട്ടനും ആദിലും ചേർന്ന് കളിച്ച കളിയാണെന്ന് വരെ പോലീസ് വരുത്തി തീർക്കും. അങ്ങനെ നോക്കിയാ സ്വർണം തിരിച്ചു കൊടുക്കാതിരുന്ന നന്നായല്ലേ? പിന്നല്ലാതെ, കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ആ കേസിന് പുറകെ നടക്കാനേ നേരം കാണും. പക്ഷേ ഈ സ്വർണം നമ്മുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് എന്നൊരു തലവേദന തന്നെ. എന്ത് തലവേദന? സ്വർണം കയ്യിലിരിക്കുന്നത് തലവേദനയാണെങ്കിലേ ഇവിടുത്തെ ജ്വല്ലറി മുതലാളിമാരുടെ തലയൊക്കെ പൊട്ടിത്തെറിക്കണ്ടേ രഘുവേട്ടാ? അമ്പിളി, തമാശയല്ല. ഈ ജ്വല്ലറി മുതലാളിമാർക്ക് സ്വർണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. നമുക്കാണെങ്കിൽ കുറുക്കൻ ആമയെ കിട്ടിയ അവസ്ഥ. നമുക്ക് ഈ സ്വർണത്തിന് കാവലിരിക്കാന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും അമ്പിളി? എന്റെ രഘുവേട്ട, ആരും ഒന്നും പഠിച്ചോണ്ടല്ലോ ജനിക്കുന്നത്. ഓരോ അനുഭവത്തിൽ നിന്ന് ഓരോന്ന് പഠിക്കുക. ഈ സ്വർണം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണെന്ന് വിചാരിച്ച ഇത് ഉപയോഗിക്കാനുള്ള വഴിയും നമുക്ക് തുറന്നു കിട്ടും. എന്താ എന്താ രഘുവേട്ട, എന്തിനാ വണ്ടി നിർത്തിയേ? എടി, അതെ, അവന്മാരുടെ വണ്ടിയാ, ആ സ്വർണ്ണക്കടത്തുകാരുടെ. ദൈവമേ, രഘുവേട്ടൻ അവരുടെ മുമ്പിൽ ചാടിക്കൊടുക്കാൻ പോവാണോ? അമ്പിളി, ആദിൽ വണ്ടി ഇരുന്ന് സ്വർണ്ണം എറിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലം ഇതാ. അവന്മാരത് തിരയാൻ വന്നോ? അവന്മാരവിടെ കിടന്ന് തിരയട്ടെ രഘുവേട്ട, നമുക്ക് പോവാം. അതല്ല അമ്പിളി, നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്ന നല്ലത്. അമ്പിളി, അവന്മാരെ നമ്മളെ കണ്ടു എന്നാ തോന്നുന്നത്. സ്വർണ്ണം തന്നെ. അമ്പിളി, നമുക്കിത് വേണ്ട. ഇത് കൈവിട്ടാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ രഘുവേട്ട. എടി, ആലോചിക്കാനൊന്നും ഇനി സമയമില്ല. ഈ സ്വർണ്ണം അവന്മാർക്ക് കൊടുത്ത് ശല്യം ഒഴിവാക്കാൻ പറ്റിയ സമയം ഇതാ. അമ്പിളി, പിന്നെ നമ്മളിത് തിരിച്ചു കൊണ്ടുപോയാ അമ്മ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ പോലും കേട്ടില്ലെന്ന് വരും. അമ്മ വരുന്നുണ്ട്.